മെഗൻ 2.0 കാണാനായിട്ട് ഒരു മൺഡേ ആണ് ഞാൻ സെലക്ട് ചെയ്തത്. കാരണം പി വി ആർ പാസ്പോർട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. പി വി ആർ പാസ്പോർട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 123 രൂപയ്ക്ക് നമുക്ക് കൺവീനിയൻസ് ഫീ അടക്കം പെടുന്ന സിനിമ കാണാൻ പറ്റും. ഓഡി 1-ലായിരുന്നു ഈ സിനിമ പ്ലേ ചെയ്തുകൊണ്ടിരുന്നത്. ഓഡി 1 ആക്ച്വലി ഒരു ഫ്ലാറ്റ് റേഷ്യോ സ്ക്രീനാണ്. ഈ ഫ്ലാറ്റ് റേഷ്യോ സ്ക്രീനിലാണ് ഇവർ മേഗൻ പോലുള്ള ഒരു സ്കോപ്പ് മൂവി കൊണ്ടുവന്നിട്ടത്. ഇവരുടെ കോണ്ടന്റ് മാനേജ്മെന്റ് ഈ അടുത്തൊന്നും മാറും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഹോളിവുഡിൽ ഇപ്പൊ സമ്മർ സീസൺ ആണ്. അതായത് ഒരുപാട് ഒരുപാട് സിനിമകൾ റിലീസ് ചെയ്യുന്ന ഒരു പ്രൈം ടൈം എന്ന് പറയാം. അതായത് അവരുടെ ഇൻഡിപെൻഡൻസ് ഡേ ആണ് ജൂലൈ 4-ന്. അപ്പൊ ഈ സമയത്ത് റിലീസ് ആവുന്ന സിനിമകൾ ഒരു ആവറേജ്, അതായത് ഒരു മിനിമം ഗ്യാരണ്ടി ഉള്ള സിനിമകളാണെങ്കിൽ പോലും നല്ല രീതിയിൽ കളക്ട് ചെയ്യുന്ന രീതിയിലുള്ള, അതുകൊണ്ടാണ് ഈ ജുറാസിക് വേൾഡ് റീബർത്ത് എന്നുള്ള സിനിമ, ഈ സിനിമയ്ക്ക് ഐമാക്സ് റിലീസ് കിട്ടിയില്ല. കാരണം ഐമാക്സ് എന്ന് പറയുന്നത് F1 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൂപ്പർമാൻ കഴിഞ്ഞാൽ ഫാന്റാസ്റ്റിക് ഫോർ എന്ന് പറഞ്ഞാൽ ടൈറ്റ് ഷെഡ്യൂൾ ഉള്ളതുകൊണ്ട് ഇവർക്ക് ഐമാക്സ് റിലീസ് കിട്ടാഞ്ഞിട്ടും അവർ ഈ സമയത്ത് റിലീസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈം സ്ലോട്ട്, ആ സ്ലോട്ട് അവർ ഒഴിവാക്കാതിരിക്കാൻ അത്രയ്ക്കധികം സിനിമകൾ കളക്ട് ചെയ്യുന്ന സമയമാണ്. അപ്പൊ ഈ സമയത്ത് ഇത് മുതലാക്കാൻ വേണ്ടി വരുന്ന വേറെയും കുറെ സിനിമകളുണ്ട്. ആ സിനിമകളിൽ ഒന്നാണ് മെഗൻ 2.0. അപ്പോൾ AI വേഴ്സസ് ഹ്യൂമൻ, അതായത് മനുഷ്യനെതിരായിട്ട് AI വരുന്ന ആ തീമിലുള്ള ഒരുപാട് സിനിമകളുണ്ട്. ആ സിനിമകളിൽ വന്നിരുന്ന വലിയ സംഭവമൊന്നുമില്ലെങ്കിലും ബോറടിക്കാതെ കാണാൻ പറ്റിയിട്ടുള്ള ഒരു തരക്കേടില്ലാത്ത സിനിമയായിരുന്നു മേഗൻ എന്നുള്ള സിനിമ. അപ്പൊ ഈ സിനിമയ്ക്ക് ആരും രണ്ടാം ഭാഗം വേണമെന്നോ അല്ലെങ്കിൽ ഈ സിനിമയ്ക്ക് ഒരു ഹ്യൂജ് ആയിട്ടുള്ള ഒരു ഫാൻ ബേസ് ഉണ്ടെന്നോ ഒന്നും എനിക്ക് തോന്നുന്നില്ല. ഇവര് ക്യാഷ് കൗ ആ രീതിയിൽ കണ്ടുകൊണ്ടായിരിക്കാം സെക്കൻഡ് പാർട്ട് ഇറക്കിയിരിക്കുന്നത്. പക്ഷെ സെക്കൻഡ് പാർട്ട് ഇറക്കുമ്പോൾ നമുക്ക് ഒന്നാമത്തെ കാര്യം, ഈ മേഗൻ എന്നുള്ള ആ AI, ആ ഒരു ആൻഡ്രോയിഡ്, ആ ക്യാരക്ടറിനോട് ഈ പ്രേക്ഷകർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഇമോഷണൽ കണക്ഷനോ അങ്ങനെ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിലാണ് ഈ സെക്കൻഡ് പാർട്ട് ഇറക്കുമ്പോൾ വർക്ക് ആവുകയുള്ളൂ. ഈ സിനിമയുടെ പ്രധാന പ്രശ്നം എന്താണെന്നറിയോ? ഇവർ ഓൾറെഡി നശിപ്പിച്ച് കളഞ്ഞിട്ടുള്ള ഈ മേഗൻ എന്നുള്ള ഒരു ക്യാരക്ടർ, ആ സിനിമയിലെ മെയിൻ ക്യാരക്ടർ ആണല്ലോ, ഈ ക്യാരക്ടർ തിരിച്ചു വരികയാണ്. അപ്പൊ അത് തിരിച്ചു വരണമെന്ന് നമുക്ക് തോന്നണം. ഇതിനകത്തെ ക്യാരക്ടേഴ്സിന് ഇതിനകത്തുള്ള രണ്ട് ക്യാരക്ടേഴ്സിനും വലിയ താല്പര്യമൊന്നും ഇല്ലെങ്കിലും, ആ കുട്ടിക്ക് പിന്നെയും താല്പര്യമുണ്ട്, പക്ഷെ മെയിൻ ക്യാരക്ടറിന് വലിയ താല്പര്യമൊന്നും ഇല്ലെങ്കിലും ഈ പടം കാണുന്ന പ്രേക്ഷകർക്ക് ഈ ക്യാരക്ടർ തിരിച്ചു വരണം തുടങ്ങി. പിന്നെ ഇതിന് ഒരേപോലെ മേഗൻ എന്നുള്ളത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു ക്യാരക്ടറൊന്നും അല്ല, അത് ഗ്രേ ഷെയ്ഡിലുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പൊ ഈ ഗ്രേ ഷെയ്ഡിലുള്ള ക്യാരക്ടർ തിരിച്ചു വരണം എന്ന് തോന്നണമെന്നുണ്ടെങ്കിൽ അതിനേക്കാൾ ബാഡ് ആയിട്ടുള്ള ഒരു, അല്ലാത്ത ബ്ലാക്ക് എന്ന് പറയാവുന്ന അല്ലെങ്കിൽ നെഗറ്റീവ് ഒരു ക്യാരക്ടർ ആയിട്ടുള്ള ഒരു നെഗറ്റീവ് വില്ലൻ അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറെ കാണിക്കണം. പക്ഷെ ഈ സിനിമയിൽ വരുന്ന നെഗറ്റീവ് ക്യാരക്ടർ എന്ന് പറയുന്നത് അത് ആൻഡ്രോയിഡ് ആയാലും അല്ലെങ്കിൽ ഹ്യൂമൻ ആയാലും ഒട്ടും എഫക്റ്റീവ് അല്ല. അതുകൊണ്ട് തന്നെ മേഗൻ തിരിച്ചു വന്നില്ലെങ്കിലും ഒരു കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ്. പക്ഷെ അത് അവിടെ നിൽക്കട്ടെ. ഈ സിനിമയുടെ മറ്റൊരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഒട്ടും തീരെ എൻഗേജിങ് അല്ല എന്നുള്ളതാണ്. അതായത് ഈ സിനിമ തുടങ്ങി സീൻ ബൈ സീൻ ആയിട്ട് ഓരോന്നോരോന്ന് പോയി കഴിഞ്ഞ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒന്നും തന്നെ ഈ സിനിമ ഓഫർ ചെയ്യുന്നില്ല. ഇങ്ങനെ പോയി ഒരു പരിധി എത്തുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ ഉറക്കം വരുന്ന രീതിയിലാണ് ഒരു സയൻസ് ഫിക്ഷൻ ആക്ഷൻ ഹൊറർ എന്നൊക്കെയാണ് അവർ പറയുന്നത്, അങ്ങനൊരു പടം വരുന്നത്. ഇതിനകത്ത് ഹൊറർ ആയിട്ടുള്ള എലമെന്റ്സ് ഇല്ല. ഫസ്റ്റ് പാർട്ട് ആണെന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ ഒരു ഹൊറർ എലമെന്റ്സ് ഉണ്ടായിരുന്നു, ഇതിനകത്ത് തീരെയില്ല. ഇതൊരു ടിപ്പിക്കൽ ആക്ഷൻ പടം എന്നുള്ള രീതിയിൽ തന്നെയാണ്. നമ്മുടെ എന്തിരൻ 2.0 ആയപ്പോൾ ഉള്ള ആ സെയിം സിനേറിയോ തന്നെയാണ് ഈ മേഗൻ എന്നുള്ള സിനിമയിലുള്ളത്. അതായത് എന്തിരൻ നല്ലൊരു സിനിമയാണ്, മേഗൻ ഫസ്റ്റ് പാർട്ട് പോലെയല്ല. മേഗൻ ഫസ്റ്റ് പാർട്ടും എന്തിരനും കമ്പയർ ചെയ്യണമെങ്കിൽ എന്തിരൻ ഒരു സുപ്പീരിയർ പ്രൊഡക്റ്റ് ആണ്. ഓവർ അതൊരു ഹോളിവുഡിന്റെ ഒരുപാട് അഡാപ്റ്റേഷൻ ആണെങ്കിൽ പോലും. പക്ഷെ ഈ മേഗൻ 2.0 എന്ന് പറയുന്നതും ഈ നമ്മുടെ 2.0 എന്ന് പറയുന്ന എന്തിരന്റെ സെക്കൻഡ് പാർട്ടും ഒരേ ലെവലിൽ തന്നെ മോശമാണ്. അതായത് സെയിം സംഭവങ്ങളൊക്കെ തന്നെയാണ്, നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. അതായത് വേണ്ട എന്ന് വെച്ചിരിക്കുന്ന ഡിസംബിൾ ചെയ്ത് ആ ഒരു ആൻഡ്രോയിഡ് അത് തിരിച്ചു വരുന്നത് നമ്മളെ രക്ഷിക്കാൻ, മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടി തിരിച്ചു വരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. ഇതിന്റെ ക്ലൈമാക്സും കാര്യങ്ങളെല്ലാം ഇതുപോലുള്ള പടങ്ങൾ എങ്ങനെയാണ് തീരാമെന്ന് അറിയാം. അതുപോലെ തന്നെ 2.0 എത്രത്തോളം മോശമായിരുന്നു അതേപോലെ തന്നെ മോശമാണ് ഈ ഹോളിവുഡ് 2.0യും. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറക്കം തോന്നിയ ഒരു വഴിയെ എന്ന് തന്നെ പറയാം. ഇതുപോലുള്ള രണ്ടാം ഭാഗങ്ങളൊന്നും ആരും ആവശ്യപ്പെടുന്നില്ല. പിന്നെ ഈ സമ്മർ സീസൺ അത് മുതലാക്കാൻ വേണ്ടി റിലീസ് ആയിട്ടുള്ള ഒരു സിനിമ ആ രീതിയിലേ ഉള്ളൂ. പക്ഷെ ഇത് PVRന്റെ പാസ്പോർട്ട് ഉപയോഗിച്ച് കണ്ടാൽ പോലും ഇത് ഒട്ടും വർത്തല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്.